ഒരു കളർ ടോണില്ലേ, ഇത് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുത്തതെന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരെ എഫക്റ്റിൽ പോവുക. ഇൻപുട്ട് സ്പേസ് ഗാമ എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് അതിൽ എസ് ലോഗ് സിനി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലേ, അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത നോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ചാനൽ 2 ഓഫ് ആക്കുക. ഓക്കെ, ചാനൽ 2 ഓഫ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നോഡ് ആഡ് ചെയ്യുക. നോഡ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് വീലിലോട്ട് പോവുക. നമ്മൾ ലോഗ് വീലില്ലേ, ലോഗ് വീലിൽ കയറിയിട്ട് അതിലെ കോൺട്രാസ്റ്റും ഷാഡോയും ഹൈലൈറ്റും ഇത് കാണുന്ന പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ലോഗ് വീലിൽ തന്നെ നിങ്ങൾ കളർ വീലില്ലേ, കളർ വീലിൽ കയറിയിട്ട് ഷാഡോ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റും അതുപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓഫ് സെറ്റും അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു 3 സാധനം ആദ്യം ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ടോണ് കിട്ടും, കളറിൻ്റെ ഒരു ടോണ് കിട്ടും. അതിനുശേഷം നിങ്ങൾ കളർ വീലിലോട്ട് പോകണം. കളർ വീലിലോട്ട് ചെന്നിട്ട് നിങ്ങൾ കയറ്റി ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ട ആ ഓപ്ഷൻ ചെറുതായിട്ടൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഗാമയും നിങ്ങൾ ആ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഗെയിനും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ കൂടാതെ ഓഫ് സെറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50% നിങ്ങൾ ആ ഒരു കളർ ടോൺ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ HDR വീലിലോട്ട് പോകുക. HDR വീലിലോട്ട് ചെന്നതിന് ശേഷം നിങ്ങൾ ഡാർക്ക് ഡാർക്കും അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഷാഡോവും അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്ലോബലും അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ടോൺ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. സോ നിങ്ങൾ ഈ കളർ ടോൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാട്ടും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം.